വാഹനത്തിൽ ഇത് സഞ്ചരിക്കുന്ന സുവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. കേരളത്തിലെ ഇതിൻ്റെ ഏജൻസി എന്ന് പറയുന്നത് ഭൗമ ആണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് തന്നെയാണ് നിർദ്ദേശം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശുചിത്വ മിഷനുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കടമ്പകൾ, ഒരു പുതിയ ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ആകുമ്പോൾ ഒരുപാട് കടമ്പകൾ കടന്ന് അത് ഇന്ന് യാഥാർത്ഥ്യമാവുകയാണ്. ലക്ഷദ്വീപിൽ നിന്ന് വരെ ഇതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടിരുന്നു. ഇത് വലിയ ഒരു പ്രാധാന്യമുള്ള ഒന്നാണ്. ഇത് ട്രീറ്റ് ചെയ്യാതെ എടുത്തുകൊണ്ട് പോയി ഏതെങ്കിലും റോഡരികിലെല്ലാം തള്ളി ഇടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. MTU വന്നതിന് ശേഷം അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ മൊബൈൽ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്. നമ്മുടെ ജലാംശത്തോടും മണ്ണിനോടും കക്കൂസ് മാലിന്യങ്ങൾ അതിനെ അപകടകരമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിരുന്നു. ഈ സംസ്ഥാനത്ത് വീടുകൾ നിർമ്മിക്കുന്ന ആളുകൾ ശരിയായ നിലയിൽ സെപ്റ്റിക് ടാങ്കുകളാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ കാലാന്തരത്തിൽ അതിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റക്കുഴി അല്ല ഇരട്ടക്കുഴി ആയിട്ടുള്ള റിങ്ങുകൾ ഇറക്കിക്കൊണ്ടുള്ള ടാങ്കുകളും ചിലവ് കുറയ്ക്കാൻ വേണ്ടി അങ്ങനെയുള്ള ടാങ്കുകളും അതുമൂലം മണ്ണും ജലവും മലിനമാകുന്നത് നമ്മൾ കണ്ടുവരികയാണ്. ഈ നഗരത്തിലെ 1/3 ആളുകൾക്ക് മാത്രമേ ശരിയായ സെപ്റ്റിക് ടാങ്കുകളുള്ളൂ. സെപ്റ്റിക് ടാങ്ക് അല്ലാത്ത ടാങ്കുകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങൾ മണ്ണിലേക്ക് ലയിച്ച് അതിനെ മണ്ണിനെയും ജലത്തെയും എല്ലാം ദുർബലപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്ന സങ്കല്പം എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ ജലത്തെ സംരക്ഷിക്കാൻ, നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാൻ ഏറ്റവും അനിവാര്യമാണ്. അത് ശാസ്ത്രീയവുമാണ്. അതിലേക്ക് പോകണമെങ്കിൽ എല്ലാവരും തങ്ങളുടെ വീടുകളോട് ചേർന്ന് സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കേണ്ടതാണ് വീട് നിർമ്മാണത്തിൻ്റെ ഒപ്പം എന്നുള്ളൊരു സന്ദേശം നമ്മുടെ രാജ്യത്തുണ്ടാവേണ്ടതായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. സെപ്റ്റിക് ടാങ്കിലെ ക്ലീനിങ് എന്ന് പറയുന്നത് അവിടുത്തെ ജലാംശമുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതിനാണ് മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ സെപ്റ്റിക് ടാങ്കുകൾ ക്ലീൻ ചെയ്യുക എന്നുള്ള സന്ദേശം ജനങ്ങൾക്ക് മുമ്പാകെ ആരോഗ്യ പ്രവർത്തകരും ശുചീകരണ വിഭാഗത്തിലെ ആളുകളുമൊക്കെ ഞങ്ങളുടെ മുമ്പാകെ എത്തിക്കുവാൻ ഒരു ബോധവൽക്കരണവും അതിനൊരു നിയമത്തിൻ്റെ പിൻബലവുമെല്ലാം നമുക്ക് ആവശ്യമാണ്. സെപ്റ്റിക് ടാങ്ക് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് അത് മാലിന്യം വിമുക്തമാക്കുന്ന ഒരവസ്ഥാവിശേഷം കളിച്ചുടങ്ങുന്ന ക്ഷേത്ര പരിധിക്കുള്ളിൽ തന്നെ ക്ഷേത്ര അങ്കണത്തിൽ ഉൾപ്പെടെയുള്ളിടത്ത് ചെയ്യുവാനുള്ള വലിയ മനസ്സിലി മുനിസിപ്പാലിറ്റി കാണിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷവും ഏറെ നന്ദിയുമുണ്ട്. ഇത് വളരെ ശാസ്ത്രീയമായ ഒരു സംവിധാനമാണ്. ഇവിടെ മാത്രമല്ല, കേരളമെമ്പാടും ഇതുപോലുള്ള സംവിധാനങ്ങൾ ഈ ആധുനിക കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ്. മാലിന്യങ്ങൾ വ്യക്തമാക്കുക, പ്രത്യേകിച്ചും സെപ്റ്റിക് ടാങ്ക് മാലിന്യം. അത് കൂടുതൽ പ്രചരിപ്പിക്കാനും അത് കൂടുതൽ ജനങ്ങളിലേക്ക് പ്രയോജനപ്പെടുത്താനും അതിന് ഗവൺമെൻറ് വളരെയധികം സാമ്പത്തിക സഹായങ്ങളും പ്രോത്സാഹനങ്ങളും ഇന്ന് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ ഒരു മാലിന്യമുക്ത നവകേരളം തന്നെ സൃഷ്ടിക്കുവാനും എല്ലാം സഹായകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് അവസരം തരികയും ഈ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയോടും പ്രത്യേകിച്ച് ചെയർമാനോടും ഞങ്ങൾക്കുള്ള നന്ദി, കാണിച്ചുള്ള ക്ഷേത്രത്തിനുള്ള നന്ദി പ്രത്യേകം പറയുന്നു. മുൻ വർഷങ്ങളിലൊക്കെ വിവിധ ജലസ്രോതസ്സുകളിലൂടെ ഈ ശുചിമുറി മാലിന്യങ്ങൾ ഒഴുക്കി എന്നതിനെക്കുറിച്ച് പരാതികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ആയത് ഉണ്ടാകാതെ തന്നെ വളരെ നല്ല രീതിയിൽ വളരെ മികച്ചൊരു പ്രവർത്തനം ഭൗമയുടെ സഹകരണത്തോടെ ഗ്രാമപഞ്ചായത്ത് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ഓരോ ഏജൻസികളെ ഏൽപ്പിക്കുമ്പോൾ അവരത് മാലിന്യങ്ങൾ എവിടെ കൊണ്ടുവന്ന് തള്ളുന്നു എന്നുള്ളൊരു വലിയ ബുദ്ധിമുട്ടുകൾ നഗരസഭ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൗമ ഏജൻസി ഇത് ഏറ്റെടുത്തതുകൊണ്ട് വളരെ ഉപകാരപ്രദമായിട്ട് നഗരസഭയ്ക്കോ അതോ അമ്പലത്തിനും ഒക്കെ ഒരു പ്രശ്നവും കൂടാതെ ഇത് പരിഹരിക്കുവാനായിട്ട് വളരെയധികം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഭൗമ ഏജൻസി കാഴ്ചവെക്കുന്നത്. കക്കൂസ് മാലിന്യം അത് ക്ലിയർ ചെയ്ത് വേസ്റ്റും വെള്ളവും സെപ്പറേറ്റ് ചെയ്യുകയാണ്. എന്നാൽ അതിൻ്റെ ആ വെള്ളം നമുക്ക് കുടിവെള്ളം ഒഴിച്ച് ബാക്കി ഏത് കാര്യത്തിനും ഉപയോഗിക്കാവുന്നതാണ്. എവിടെയെങ്കിലും ടോയ്ലറ്റ് മാലിന്യം ഉണ്ട് എന്നറിഞ്ഞാൽ MTU അവിടെ എത്തും എന്നുള്ളൊരു ആശ്വാസമാണ് ഞങ്ങൾക്ക് ഉള്ളത്. ടോയ്ലറ്റ് മാലിന്യത്തിന് ഒരു ശാശ്വത പരിഹാരം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ
കാര്യം എന്ന് വേണം പറയാൻ. മുൻ വർഷങ്ങളിലെല്ലാം ഈ സ്ഥലത്തു നിന്ന് ഈ മലിനജലം പൊട്ടി ഒഴുകി ക്ഷേത്ര പരിസരത്തൊക്കെ പടരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതിന് ഒരു തുള്ളി പോലും അങ്ങനെ പടരാനോ അല്ലെങ്കിൽ പൊട്ടി ഒഴുകാനോ ഇടയായില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും നല്ലൊരു യൂണിറ്റ്. നമ്മൾ പല മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ നടപ്പാക്കി വരുന്നുണ്ടെങ്കിലും ഈ കക്കൂസ് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ ഈ പദ്ധതി ഏറ്റവും അധികം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അവരത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുത്തിട്ട് പ്ലാന്റ് ഉണ്ട്, അവരുടെ ലോറിയിൽ തന്നെ ആ പ്ലാന്റ് ഉണ്ട്. അത് ട്രീറ്റ് ചെയ്ത് നമ്മുടെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഇതനുസരിച്ചുള്ള വാട്ടറായിട്ട് പുറത്തേക്ക് കളയുകയാണ് ചെയ്തത്. വളരെ നല്ല എഫിഷ്യൻ്റായിട്ട് അത് ചെയ്തു. സെപ്റ്റി ടാങ്ക് ഓൾമോസ്റ്റ് മുഴുവനായിട്ട് ക്ലീൻ ചെയ്യുകയും ചെയ്തു. ഈ പുറത്തേക്ക് വരുന്ന ജലമാണെങ്കിലും വളരെ ശുദ്ധജലത്തിന് ഈക്വലായിട്ടുള്ള ജലമാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം MDU യൂണിറ്റ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞ് ഒഴുകുന്നതിൻ്റെ ഒരു പ്രശ്നമില്ലാതെ പൂർണ്ണമായിട്ട് അത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാത്തരം സെപ്റ്റി ടാങ്കുകളും ക്ലീൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ഈ തരുണത്തിൽ ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. നമുക്ക് ബൾക്കായിട്ട് ഒരു സീസണിൽ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് ആൾക്കാർ വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്. ഒരു 500-600 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ബാരക്കിൽ വന്ന് താമസിക്കുന്നു. അവരുടെ ഈ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ സെപ്റ്റി ടാങ്ക് ഫില്ലാകുന്ന ഒരവസ്ഥ ചിലപ്പോൾ സംജാതമാകാറുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇതുപോലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഈ MDU നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വെള്ളം നല്ല രീതിയിൽ യാതൊരു മണമോ നിറമോ വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുവാൻ സാധിക്കുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും സ്മെല്ല് കൊണ്ടോ മറ്റൊരു യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ടോയ്ലറ്റിലെ മാലിന്യങ്ങൾ വണ്ടിയിൽ വന്ന് അവരതെടുത്ത് വളരെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുള്ളത്. ഞാൻ എരുമേലി മഹല്ല മുസ്ലിം ജമാഅത്ത് സെക്രട്ടറി മിഥിലാജ് മുഹമ്മദ്. കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള മാലിന്യം കൃത്യമായി ഞങ്ങൾ കമ്മിറ്റി മെമ്പർമാരെല്ലാവരും പോയി നേരിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടുള്ളതും ആ പ്രോസസ്സിങ്ങിലൂടെ ശുദ്ധമായ വെള്ളം ഓസിലിട്ട് ഞങ്ങളെ അവർ കയ്യിലെടുത്ത് കാണിച്ചു തരികയുണ്ടായി. തീർച്ചയായിട്ടും മാതൃകാപരമായ ഒരു കാര്യം തന്നെയാണ് ഇത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, യാതൊരുവിധ നമ്മുടെ തോടുകൾക്കോ ജലസ്രോതസ്സുകൾക്കോ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇത്തവണ നമുക്ക് അത് സംസ്കരണം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ആലപ്പുഴ പോലെയുള്ള ഒരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഹൗസ് ബോട്ടുകൾ. ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പലപ്പോഴും കായലുകളിൽ വിന്യസിക്കുന്നു എന്നുള്ള നിലയിലുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുകയാണ്. അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു മൊബൈൽ സംവിധാനം തന്നെ ഏർപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ നഗരസഭ രംഗത്ത് വന്നിട്ടുള്ളത്. കേരളത്തിൽ അപൂർവമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആലപ്പുഴ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം ഏരിയ ആയിട്ടുള്ള പട്ടണത്തിൽ 2000-ഓളം വരുന്ന ഹൗസ് ബോട്ടുകളാണ് നിലവിലുള്ളത്. ഈ 2000-ഓളം വരുന്ന ഹൗസ് ബോട്ടുകളിൽ നിന്നുള്ള മാലിന്യം ശേഖരിക്കുന്നതിന് പ്രൈവറ്റ് മേഖലയിൽ ഏകദേശം 4000 രൂപയോളം ചിലവ് വരുന്ന സക്കിങ്ങിന് ആലപ്പുഴ നഗരസഭ ഇതിൻ്റെ യൂണിറ്റിൽ നിന്ന് നമ്മൾക്ക് തരേണ്ടത് 2000 രൂപ ചിലവ് കുറച്ച രീതിയിൽ ഹൗസ് ബോട്ടുകൾക്ക് തീരെ ചിലവ് കുറഞ്ഞ രീതിയിലേക്കാണ് നമ്മൾ ഈ സെപ്റ്റേജ് യൂണിറ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിച്ച് ശുദ്ധമായ വെള്ളമാക്കി മാറ്റുകയും സ്ലഡ്ജ് സംസ്കരിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. ഈ കമ്പനി ഇവിടുത്തെ ജീവനക്കാരും വളരെ കാര്യക്ഷമമായി ഈ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്.